ബി.ജെ.പി സംബന്ധിച്ചൊരു ചരിത്ര വിജയമാണ് വെസ്റ്റ് ബംഗാൾ. അവർക്കൊരിക്കലും കടന്നു കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ വങ്കനാടിന്റെ വിരുമാറിലൂടെ ഇപ്പോൾ കാവിക്കുടികൾ പാറുകയാണ്. അത് അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി TMCയും തകർന്നിടിഞ്ഞു. TMCയിലെ 15 MP തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അത് 20 എത്തി നിൽക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതുപോലെ തന്നെ TMCയെ നെടുക പുലർത്തിക്കൊണ്ട് MLA-മാർ ബി.ജെ.പി പക്ഷത്തേക്ക് കൂറുമാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനിടയിൽ ബി.ജെ.പി മറ്റൊരു നീക്കം നടത്തുന്നു. അത് ദക്ഷിണേന്ത്യയിലാണ്. അവിടെ DMK നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലരായ രണ്ട് പാർട്ടികളാണ് TMCയും DMKയും. അത്യാവശ്യം MP-മാരുണ്ട്, MP-മാരുടെ ബലമുണ്ട്. ആ ബലത്തെ അടർത്തിയെടുക്കുക, ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. DMKയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബി.ജെ.പി ആയിട്ടൊന്നും ചെയ്തതല്ല. അവിടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോൺഗ്രസും CPM ഒക്കെ ഒറ്റ ദിനം കൊണ്ട് TVKയോടൊപ്പം കൂടുന്ന കാഴ്ച. പിന്നിൽ നിന്ന് കുത്തി എന്നല്ല പറയേണ്ടത്, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നന്നായി കുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും DMK സംബന്ധിച്ച് ബി.ജെ.പിയുടെ സഖ്യത്തിലേക്ക് പെട്ടെന്ന് പോവുക അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ DMK ബി.ജെ.പിയുടെ സൈലന്റ് പാർട്ണറായി നിൽക്കും. ബി.ജെ.പിയും DMK തമ്മിലുള്ള ബന്ധത്തിൽ അതിന് വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ ഇടയാക്കും. അതുപോലെ തന്നെ DMKക്ക് ബി.ജെ.പിയുമായി അങ്ങനെ ഒരു സൈലന്റ് പാർട്ണറായിട്ട് നിൽക്കുന്നതിലും വലിയ നാണക്കേട് തോന്നുന്ന കാര്യമില്ല. 1989 AB വാജ്പേയിക്ക് പിന്തുണ കൊടുത്തതും കരുണാനിധിയുടെ പാർട്ടിയായി DMKയുമായിരുന്നു. അതിൽ മന്ത്രിമാരും മുരശലിയമാരനെ പോലുള്ള മന്ത്രിമാരും ഒക്കെ ആ സർക്കാരിൽ ഉണ്ടായിരുന്നു. ആ പഴയകാലം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രത്യക്ഷമല്ലെങ്കിൽ പോലും സൈലന്റ് പാർട്ണറായി നിൽക്കും. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇപ്പോൾ അനിവാര്യം ബില്ലുകൾ പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രതിപക്ഷത്ത് ഈ വലിയ രണ്ട് പാർട്ടികളിൽ വിള്ളലുണ്ടാക്കിയാൽ ഈസിയായി അത് നടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറുഭാഗത്ത് ADMK പിളർത്തി ഒരു വിഭാഗം MLA-മാരെ കൂടെ കൂട്ടാൻ ബി.ജെ.പി ശ്രമം തുടങ്ങി. അതായത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇനി അവശേഷിക്കുക ഒരുപക്ഷെ കോൺഗ്രസ് മാത്രമാകും. ന്യൂസ് ഡെസ്ക് മലയാളം.